എല്ലാവർക്കും അറിയാമല്ലോ സരിതയുടെ കള്ളപ്പരാതിയായിരുന്നു. അത് ഇപ്പം കോടതിയും തെളിഞ്ഞല്ലോ. കോടതി തെളിഞ്ഞു, അന്വേഷണ റിപ്പോർട്ട് കൊടുത്തു, ഉമ്മൻചാണ്ടി നിരപരാധിയാണെന്ന് വന്നു. ഉമ്മൻചാണ്ടിയെ വേട്ടയാടി, നിവിൻ പോളിയെ വേട്ടയാടി, ശ്രീ ദിലീപിനെ വേട്ടയാടി. ഇപ്പോഴെങ്കിലും ശ്രീ ദിലീപിനെതിരെയുള്ള ക്യാമ്പയിൻ നിർത്തിയോ? ഇപ്പോഴെങ്കിലും. അതായത് വിധി വന്നു, കുറ്റക്കാരനല്ലെന്ന് കോടതി കണ്ടെത്തി, നിരപരാധിയാണ് എന്ന് നമുക്ക് മനസ്സിലായി, എന്നിട്ടെങ്കിലും ശ്രീ ദിലീപിനെതിരെയുള്ള ക്യാമ്പയിൻ നിർത്തിയോ? പക്ഷെ അവിടെയും സെഷൻസ് കോടതിക്ക് മുകളിൽ ഹൈക്കോടതി ഉണ്ട്, അതിന് മുകളിൽ സുപ്രീം കോടതി ഉണ്ട്. അവിടെയൊക്കെ എല്ലാം പോകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. അതിനെന്താ? അതുകൊണ്ട് നിരപരാധി അല്ലാതാവൂ? അല്ല, അവിടെയും ഈ കേസുകളുടെ ഒരു മുന്നോട്ട് പോക്കില്ലേ? ഏതെങ്കിലും ഒരു ഭാഗത്ത് ദിലീപ് കുറ്റക്കാരനാണെന്ന് ദിലീപ് കുറ്റക്കാരനല്ലെന്ന് രണ്ട് കാര്യങ്ങൾ കൊണ്ടാണ്. ഒന്ന്, കുറ്റക്കാരനാണെന്ന് തെളിഞ്ഞാൽ തീർച്ചയായും കോടതി വിധി ബഹുമാനിച്ച് മേൽക്കോടതിയിലേക്ക് പോകണം. രണ്ട്, നമ്മുടെ നിയമത്തിന്റെ അടിസ്ഥാന തത്വം പ്രിസംപ്ഷൻ ഓഫ് ഇന്നസെൻസ്, അതായത് എ പേഴ്സൺ ഈസ് ഇന്നസെന്റ് അണ്ടിൽ പ്രൂവ്ഡ് ഗിൽറ്റി. ഒരു വ്യക്തി കുറ്റക്കാരനാണെന്ന് കോടതിയിൽ തെളിയിക്കുന്നത് വരെ ആ വ്യക്തി നിരപരാധിയാണെന്നുള്ളതല്ലേ. ഇപ്പം ദിലീപ് കുറ്റക്കാരനല്ലെന്ന് കോടതി പറഞ്ഞിട്ട് പോലും ദിലീപ് നിരപരാധിയാന്ന് പറയാൻ പലർക്കും മടിയാണ്. എന്തൊരു നാട്ടിലാണ് ജീവിക്കുന്നത്? ദിലീപിന്റെ സിനിമ കാണാൻ പറ്റില്ല, മറ്റേ ബസ്സിൽ സിനിമ ഇടാൻ പാടില്ല, ദിലീപിനെ അമ്പലത്തിന്റെ പരിപാടി എന്ന് പറഞ്ഞാൽ മോഹൻലാൽ ലാലേട്ടനെ ചീത്ത വിളിക്കുന്നു. അതായത് ശ്രീ ദിലീപിന്റെ ഭബ്ബഭ എന്ന് പറയുന്ന ആ സിനിമയുടെ ട്രെയിലർ ഷെയർ ചെയ്യുന്നുണ്ട് സാക്ഷാൽ ലാലേട്ടന്. നമുക്ക് എന്ത് പറ്റി എന്നുള്ളതാണ് ഈ മലയാളികൾക്ക്. അവിടെയാണ് കുഞ്ചു ശ്രദ്ധിച്ചു കാണും, ശ്രീ ദിലീപിനെ കഴിഞ്ഞ് 8 വർഷമായി സപ്പോർട്ട് ചെയ്യുന്നതിന് ശ്രീ ദിലീപിനേക്കാൾ ചീത്ത ഏറ്റുവാങ്ങിയ വ്യക്തി ഞാനാണ്. എന്തൊരു കള്ളത്തരമാണ് ഈ നാട്ടിൽ നടക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നതിൽ ഞാൻ ഇന്നും പറഞ്ഞു, ഞാൻ പറയുന്നതിൻ്റെ ടോൺ ചിലപ്പം കുറച്ച് അഗ്രസീവായി പോയി കാണും, വാക്കുകൾക്ക് മൂർച്ച വന്ന് കാണും. ആ വിമർശനങ്ങൾ, കോടതിയിലും മാധ്യമങ്ങളിലുമുള്ള വിമർശനങ്ങൾ ഞാൻ പൂർണ്ണ ബഹുമാനത്തോടെ സ്വീകരിക്കുന്നു. അത് എനിക്ക് തിരുത്താനുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ തിരുത്താം. പക്ഷെ പറയുന്നത് സത്യമല്ലേ? ഇതിന്റെ പ്രശ്നം ഒരു സംവിധാനം അഥവാ ഒരു സിസ്റ്റം കള്ളം പറഞ്ഞു തുടങ്ങിയാൽ പിന്നെ അതിന് അവസാനമില്ല. നമുക്ക് സിസ്റ്റം അങ്ങനെ കള്ളം പറഞ്ഞ് ഞാൻ പെട്ടെന്ന് 3, അതായത് എവിഡൻലി തെളിയിക്കാൻ കഴിയുന്ന ChatGPTയും ഗൂഗിളും ഒക്കെ എല്ലാം വെച്ച് നിങ്ങൾക്ക് ഇപ്പം വെരിഫൈ ചെയ്യാൻ കഴിയുന്ന 3 കള്ളങ്ങൾ ഞാൻ പറയാം. നമ്മുടെ സിസ്റ്റം ഇതുമായിട്ട് ബന്ധപ്പെട്ടതല്ല, വിശാലാർത്ഥത്തിൽ കള്ളം. ഒന്ന്, നമ്മുടെ നാട്ടിൽ മകരവിളക്ക് മകരജ്യോതി ഉണ്ടായിരുന്നു. അതായത് മകരവിളക്ക് മകരജ്യോതിയെക്കുറിച്ച് ഇന്നും 2020 ഡിസംബറിൽ പോലും ഗവൺമെന്റ് സത്യം പറഞ്ഞിട്ടില്ല. ഞാൻ സത്യം പറഞ്ഞത് മകരജ്യോതി ആകാശത്തെ നക്ഷത്രമാണ്. മകരവിളക്ക് 3 തവണ പൊന്നമ്പലമേട്ടിൽ ദീപാരാധന ഒഴിയുന്നതാണ്. എത്ര സിമ്പിളാണ്! ഈ സിമ്പിളായ കാര്യത്തെയാണ് കഴിഞ്ഞ 70 വർഷമായി മറച്ചു വെച്ച് പോലീസുകാരെ കൊണ്ട് കത്തിച്ച് ചാക്കിടിപ്പിക്കുന്നത്. ഒരു സ്റ്റേറ്റ് കള്ളം ചെയ്യുകയാണ്. അതായത് ഒരു സംസ്ഥാനം, ഒരു ഭരണകൂടം, ഒരു സ്റ്റേറ്റ്. ഏത് സ്റ്റേറ്റ്? CPM ഭരിച്ച സ്റ്റേറ്റ്, കോൺഗ്രസ് ഭരിച്ച സ്റ്റേറ്റ്, മഹാനായ EMS നമ്പൂതിരിപ്പാടും നമ്മുടെ ലീഡർ K കരുണാകരൻ സാറും അടക്കമുള്ളവർ ഭരിച്ച സ്റ്റേറ്റിൽ ഇവരെല്ലാം അറിഞ്ഞുകൊണ്ടാണല്ലോ ചെയ്യുന്നത്. ഇവരെല്ലാം സ്റ്റേറ്റ് അറിഞ്ഞുകൊണ്ടല്ലേ. എത്ര സിമ്പിളാണ്. പൊന്നമ്പലമേടുന്ന ഒരു സ്ഥലമുണ്ട്, അവിടെ നോക്കിയാൽ നക്ഷത്രത്തെ ആദ്യം കാണാം. ആകാശത്ത് മകരജ്യോതി നക്ഷത്രം വരുന്നു, താഴെ മകരവിളക്ക് 3 പ്രാവശ്യം ദീപാരാധനത്തിൽ. അത് നമ്മുടെ ഷെഡ്യൂൾഡ് ട്രൈബ് ആദിവാസി വിഭാഗമായ മലയരയരാണ് ചെയ്യുന്നത്. ഇപ്പോഴും അവർക്ക് അവകാശം തിരിച്ചു കൊടുത്തിട്ടില്ല. ഹൈക്കോടതിയിൽ എൻ്റെ കേസ് പെൻഡിങ് ആണ്. എന്താ കൊടുക്കാത്തതെന്നറിയോ? ഈ സത്യം അംഗീകരിക്കുന്ന കൂടി. എത്ര സിമ്പിളാണ് ഒരു സത്യം. ഞാൻ മാത്രമാണല്ലോ അന്നും ഇന്നും പറയുന്നത്. കഴിഞ്ഞ 12 വർഷങ്ങളായി ഞാൻ പറയുന്നതാണ്, വേറെ ആരും ഇത് പറയുന്നില്ല. ചോദിച്ചാൽ അങ്ങ് മിണ്ടാതിരിക്കും. ഈ 2, നമ്മുടെ ശബരിമല സുപ്രീം കോടതി വിധിന്യായം 4-1 എന്ന സുപ്രീം കോടതി വിധിന്യായം നമുക്കെതിരെ വന്നു. ആരാ ഫൈറ്റ് ചെയ്യാൻ ഇറങ്ങിയത്? ആദ്യം അറസ്റ്റ് ചെയ്തും പട്ടി കിടന്നത് ഞാൻ തന്നെയാണ്. എത്ര സിമ്പിളാണ്. ശബരിമലയുടെ സുപ്രീം കോടതി വിധിന്യായം തെറ്റാണ്, എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? തെറ്റാണ്.